بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد أعوذ بالله من الشيطان الرجيم خذ من أموالهم صدقة തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഗസാവിയാണ് സംസാരിച്ചത്. അവരുടെ ഖുതുബയെ, പ്രസംഗത്തെ ആരംഭിച്ചത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും ജമാലിനെ കുറിക്കുന്ന അൽ ജമീലി എന്ന ഇസ്മിനെ ചൊല്ലിയായിരുന്നു. ആ ഇസ്മ കുറിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അസ്മാഇലും സിഫാത്തിലും അഫ്ആലിലും പ്രവർത്തനത്തിലും എല്ലാം അല്ലാഹു ജമീലാണ് എന്ന ഭാഗമാണ്. അപ്രകാരം തന്നെ അല്ലാഹുവിനെ ആരാധിക്കപ്പെടുമ്പോൾ അല്ലാഹു ജമീലായതുകൊണ്ട് തന്നെ ജമാലുള്ള ഇബാദത്തുകൾ, നാം ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും ജമാലിനെ കുറിക്കുന്ന, ഭംഗിയെ കുറിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകുന്നു. അതോടൊപ്പം നമുക്ക് ഭംഗിയുള്ളവരായി, മറ്റുള്ളവരുടെ ഇടയിൽ ഭംഗിയുള്ളവരായി ജീവിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുകയും അത് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം ഒന്നൊന്നായി മക്കായി ഇമാമ് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ളവ പറയുന്നതോടൊപ്പം തുടക്കത്തിൽ ഇസ്ലാം മൊത്തത്തിൽ മഹാസിനുകളുടെ കൂമ്പാരങ്ങൾ കൂടിയതായ നന്മകൾ മാത്രമുള്ളതായ ഒരു മതമാണ്. ഇസ്ലാമിൽ നന്മ മാത്രമേ ഉള്ളൂ, ജമാല് മാത്രമേ ഉള്ളൂ, ഭംഗി മാത്രമേ ഉള്ളൂ. ഇസ്ലാമിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മഹാസിനുകളെയും അതിന്റെ പ്രത്യേകതകളെയും അതിന്റെ ഭംഗിയെയും അതിന്റെ ഹുസ്നിനെയും എല്ലാം കണ്ടിട്ട് മറ്റു ഇതര മതസ്ഥർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അതിൽ പങ്കാളിയാവാനും അതിൽ മെമ്പർഷിപ്പ് നേടാനും അവരെ അത് പ്രേരിപ്പിക്കുന്നതും ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അഥവാ ഡോക്ടർ ഫൈസൽ ഗസാവി ഖുതുബയെ ആരംഭിച്ചത്. അപ്പോൾ നമ്മുടെ മതം നന്മയുടെ മതമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതായ ഈ വിശുദ്ധ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 23 വർഷത്തിലൂടെ പരിപൂർണമാക്കപ്പെട്ട ഈ ദീൻ, അതിനെ പരിപൂർണമാക്കപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹു ഇറക്കിയതായ ആയത്തിലൂടെ പറഞ്ഞതല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണല്ലോ. നിങ്ങൾക്ക് എന്റെ ഈ മതത്തെ പ്രീതിപ്പെട്ടു തന്നു. ഇതിലെല്ലാം നന്മ മാത്രമേ ഉള്ളൂ, ഭംഗിയുള്ള ഭാഗം മാത്രമേ ഉള്ളൂ, ഇഹ്സാനുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭംഗിയുള്ളതായ ഒരു മതത്തെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 23 വർഷത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പരിചയപ്പെടുത്തിയതായ സന്ദർഭത്തിൽ അതിൽ നമ്മളോട് അല്ലാഹു കൽപ്പിച്ച, നിർബന്ധിപ്പിച്ച ബാധ്യതകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മുഴുവനും നമുക്ക് ശാരീരികമായിട്ടും എന്ന് മാത്രമല്ല മാനസികമായിട്ടും പ്രയാസങ്ങളില്ലാതിരിക്കാനുള്ളതായ മാധ്യമങ്ങൾ അതിലൂടെ ലഭിക്കുന്നു. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, സൽക്കർമ്മങ്ങൾ വല്ലവരും ചെയ്യുകയാണെങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, സത്യവിശ്വാസിയായിട്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതാണ് മഹാസിനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായതിന്റെ ശേഷം ആ ഇസ്ലാം കൽപ്പിച്ചതായ കൽപ്പനകൾ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, മെച്ചപ്പെട്ട ഭംഗിയുള്ള ജീവിതം അവന് ജീവിക്കാൻ നാം അവന് ചാൻസ് ഉണ്ടാക്കി കൊടുക്കും, അവന് തൗഫീഖ് നൽകും. അപ്പോൾ ഒരാൾ സത്യവിശ്വാസിയായ ആവാൻ തീരുമാനിക്കുമ്പോൾ, അതനുസരിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ, അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അവന്റെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റുവാനും മറ്റുള്ളവർ അവനെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും അവന് ജനങ്ങളുടെ മുമ്പിൽ നല്ല സ്വഭാവത്തിൽ പ്രകടമാവുവാനും പെരുമാറുവാനും അത് അവനെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ
അപ്പോൾ അവന് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, മെച്ചപ്പെട്ട ഭംഗിയുള്ള തയ്യിബത്തായ ഹയാത്ത് ജീവിതം ജീവിക്കാൻ അവന് സാധിക്കുന്നു. അതാണ് അള്ളാഹു അവന് ജീവിക്കാനുള്ളതായ തൗഫീഖ് നൽകും എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. അപ്പോൾ രാവിലെ ഉണരുമ്പോൾ തന്നെ അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട മുതൽ അവൻ പിന്നെ ആരംഭിക്കുന്നത് അവൻ ഉദു പിടിക്കാനും അവൻ നമസ്കരിക്കുവാനും അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അവൻ ദിക്റുകൾ ചെല്ലുവാനും രാവിലെ ചെല്ലേണ്ടതായ അദ്കാറുകൾ ചെല്ലുവാനും അവൻ അതിലൂടെ പൈശാചിക ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും അവൻ നമസ്കാരം ജമാഅത്തോടു കൂടി നമസ്കരിക്കുമ്പോൾ അന്നത്തെ ദിവസം പരിപൂർണമായി അള്ളാഹുവിന്റെ കസ്റ്റഡിയിലായി അവൻ മാറുവാനും അവന് അള്ളാഹുവിന്റെ നല്ല നോട്ടം ലഭിക്കുവാനും അവന് സൃഷ്ടികളിൽ വിശ്വാസയോഗ്യവാനായി മാറുവാനും പ്രശസ്തനായി മാറുവാനും ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറുവാനും ഇതെല്ലാം അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തൗഫീഖ് നൽകുന്നു. എന്തിലൂടെ അവൻ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ചടങ്ങുകളെ ബാധ്യതകളെ നിർവഹിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർ അതിന്റെ വിപരീതം പ്രവർത്തിക്കുന്നവർ നേരെ മറിച്ചാണ് അവർക്ക് അവരുടെ ജീവിതം ആസകലം നഹ്സുള്ള പ്രയാസമുള്ള കഷ്ടതയുള്ള ജീവിതമായി മാറുകയും ചെയ്യുന്നു. ദുനീവിയായ ഉദ്ദേശങ്ങൾ തന്നെ നിറവേറ്റാൻ സാധിക്കാത്ത രൂപത്തിൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു എപ്പോൾ അള്ളാഹുമായി വിട്ടുനിൽക്കുമ്പോൾ. ഈ പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളമാണ്? അള്ളാഹുമായി അഹദ് നടത്തിയ ഉടമ്പടി നടത്തിയ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയും കൊണ്ട് അള്ളാഹുവിനോട് ഉടമ്പടി നടത്തിയതായ വ്യക്തി അവൻ അള്ളാഹുവിനോട് ആ ഉടമ്പടി നടത്തിയതനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന് ഈ ഭൂമിയിൽ തന്നെ നുഹിയന്നഹു ഹയാതൻ തയ്യിബ എന്ന് അള്ളാഹു പറഞ്ഞ നല്ല ജീവിതം ജീവിക്കാൻ സാധിക്കുന്നു. നേരെ മറിച്ചിട്ട് അള്ളാഹുമായി ഉടമ്പടി നൽകാത്ത വിഭാഗം അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ കൈവടിയുന്നവരിൽ പെട്ടവനാണ്. അപ്പോൾ അവന് നന്മയും ലഭിക്കും തിന്മയും ലഭിക്കും, എല്ലാം അവന് ലഭിക്കും. അതിനൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒന്നും അവനോട് വാഗ്ദാനം ചെയ്തിട്ടുമില്ല. അതേസമയത്ത് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച് വിട്ടതായ ശക്തികൾക്ക് നൽകുന്നതായ ആ ഭക്ഷണങ്ങൾ അത് നാൽക്കാലി മൃഗങ്ങൾക്കും നൽകും, അവനും നൽകും. കാരണം അവൻ അള്ളാഹുമായിട്ട് ഉടമ്പടി നടത്താത്ത വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായിട്ട് ഉടമ്പടി നടത്തിയതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നടപ്പാക്കുമ്പോൾ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്ത വാഗ്ദാനം അവന് പുലർത്തിയതായിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ട് അവന്റെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ എന്ന് മാത്രമല്ല വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർക്ക് ഈ ഭൂമിയിൽ ചെയ്തതായ ആ നമസ്കാരത്തിനും നോമ്പിനും അതുപോലെ പ്രയാസങ്ങൾക്കും ദഅവത്തിനും ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും തഹ്ലീലുകൾക്കും അതുപോലെ എന്തെല്ലാം ഇബാദത്തുകൾ നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു അതിനെല്ലാം പരലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ തക്കതായ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഇവിടുന്ന് ചെയ്തതായ അവൻ കാട്ടിയതായ ആ അമലുകളെക്കാളും ഉത്തമമായ പ്രതിഫലമാണ് അള്ളാഹു അവന് നൽകുക പരലോകത്തിൽ. അപ്പോൾ ഇവിടെ നാം അള്ളാഹു ജമീലാണെന്ന് പഠിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് നാം ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും ജമാലുള്ളതാണ് എന്നതാണ് ഇപ്പോൾ നാം പഠിച്ചു വന്നത്, നാം പറഞ്ഞു വന്നത്. അത് തന്നെയാണ് നമസ്കാരം കുറിക്കുന്നത്. ഉദാഹരണത്തിന് നാം നമസ്കാരം പരിശോധിക്കുക. നമസ്കാരത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു, ദോഷത്തിൽ നിന്നിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു, ശരീരത്തിൽ നിന്നിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു, നമുക്ക് ആത്മീയമായി വളർച്ചയുണ്ടാകുന്നു, ആത്മീയമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ചാൻസ് നൽകുന്നു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തെറ്റായ വിരോധിക്കപ്പെട്ട ഫഹ്ശാകളായ വിരോധിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം നമസ്കാരം എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിന്നിട്ട് വിട്ടു നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഒരാൾ നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനോട് ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടക്കത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ വജ്ജത്ത് ഓതുന്ന സമയത്ത് അവൻ അത് ജീവിതത്തിൽ പകർത്തുന്ന ആളായി ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ പകർത്തുന്ന ആളായി മാറേണ്ടി വരും. എന്റെ നമസ്കാരം ആസകലം, എന്റെ പ്രാർത്ഥന ആസകലം, എന്റെ നേർച്ച വഴിപാടുകളും എന്റെ ആരാധനകൾ ആസകലം ലില്ലാഹി റബ്ബിൽ ആലമീൻ വനുസുകി വ മഹ്യായ വ മമാതി. ജീവിതം ആസകലം മരണവും എല്ലാം അള്ളാഹുവിന് മാത്രമാണെന്ന് അവൻ അള്ളാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ആ രൂപത്തിൽ കെട്ടിപ്പടുത്താനായിരിക്കും അവന് പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ തെറ്റുകൾ
തെറ്റുകളെ വിട്ടുനിൽക്കാൻ അത് പ്രേരിപ്പിക്കും, ദോഷങ്ങളെ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുശൂഅോടുകൂടി ഖുദൂഅോടുകൂടി ഭക്തിയോടുകൂടി ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നമസ്കാരത്തിന്റെ ഫലം അവനിൽ പ്രകടമായി കാണുകയും ചെയ്യും. അതാണ് എന്ത് തെറ്റിൽ നിന്നിട്ട് മുക്തനാവാൻ അവനെ നമസ്കാരം സഹായിക്കുമെന്നതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല, നമസ്കരിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. ഈ ഉടമ്പടി ചെയ്തവരിൽ നിന്നിട്ട് തന്നെ പലരും നമസ്കരിക്കുന്നവരായിട്ട് നാം കാണുന്നില്ല. അള്ളാഹുമായിട്ട് ഉടമ്പടി ചെയ്ത ജനങ്ങളെ കാനേഷ്മാരി മുസ്ലിമായിട്ട്, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമായിട്ട് ജീവിക്കുന്നതായിട്ടാണ് നാം പലപ്പോഴും കാണാൻ സാധിക്കാറുള്ളത്. എന്തുകൊണ്ട്? ആ നമസ്കാരത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാത്തത് കൊണ്ടും നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കാൻ വേണ്ടി മനക്കെടാത്തത് കൊണ്ടും നമസ്കരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്ത് ലക്ഷ്യമാണ് വെക്കേണ്ടത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ശ്രദ്ധിക്കാത്തത് കൊണ്ടുമാണ്. നമസ്കാരം വളരെ പ്രയാസമുള്ളതാണ്, വളരെ വെയിറ്റുള്ളതാണ്, വളരെ വലിയതാണ്. ആർക്കൊഴിച്ച്? ഇല്ല അലൽ ഖാശിഈൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്കൊഴിച്ച്. അള്ളാഹിനെ ഭയപ്പെടാത്ത വിഭാഗത്തിന് പ്രയാസമുള്ളതായിട്ട് തോന്നും നമസ്കാരം വരുമ്പോൾ നമസ്കാരത്തിനെ ഒന്ന് നമസ്കരിച്ച് കിട്ടണമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ദേഹയിച്ച അവൻ ഇച്ഛിക്കുന്നതായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന സന്ദർഭത്തിലാണ് നമസ്കാര ടൈം വരുന്നതെങ്കിൽ സെക്സ് ഫിലിമോ തോന്നിവാസമോ അനാചാരമോ കാണുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമസ്കാര ടൈം വരുന്നതെങ്കിൽ അവന് നമസ്കാരത്തോട് അറുപ്പും വെറുപ്പും വരും. എന്ന് മാത്രമല്ല, അത് ചെയ്തു തീർക്കാൻ വളരെ പ്രയാസമായിട്ട് അവൻ അനുഭവപ്പെടുകയും ചെയ്യും. കപട വിശ്വാസികളെ പോലെ, മുനാഫിക്കീങ്ങളെ പോലെ. അതേസമയത്ത് ഇല്ല അലൽ ഖാശിഈൻ, അല്ലാഹ് പറയുന്നു എല്ലാവർക്കും അങ്ങനെയല്ല. ഇല്ല അലൽ ഖാശിഈൻ, ഭക്തിയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കാൻ തീരുമാനിച്ച വിഭാഗത്തിന് നമസ്കാരം വരണമെന്ന് പൂതിയാണ്, നമസ്കാരത്തെ കാത്തു നിൽക്കലാണ്. നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ നമസ്കാരത്തോട് വിടവാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബേജാറാവലാണ്, പ്രയാസപ്പെടലാണ്. അള്ളാഹു പറയുന്നു ഇന്നഹാ ലകബീറ ഇല്ല അലൽ ഖാശിഈൻ. ആരാണ് ഖാശിഈങ്ങൾ? അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ഞാൻ അല്ലാഹുവിനെ കാണേണ്ടി വരുമല്ലോ, അല്ലാഹു എന്നോട് ഓരോ റക്അത്തിനെ കുറിച്ച് ചോദിക്കുമല്ലോ, ഓരോ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുമല്ലോ, അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നത് ഓർത്തുകൊണ്ട് പേടിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ്, പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന്മാർക്കാണ് ഖാശിഈങ്ങളായി മാറാൻ സാധിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള വ്യക്തികളുടെ നിസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ മറ്റു തെറ്റായ കാര്യങ്ങൾ വിട്ടുനിൽക്കാൻ വേണ്ടി ആ നമസ്കാരം സഹായിക്കുന്ന നമസ്കാരമായി മാറ്റുകയും ചെയ്യുക. ആ രൂപത്തിലുള്ള നമസ്കാരമായി മാറ്റാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം ഏത് സമയത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധപ്പെടുന്ന വ്യക്തിയെ അള്ളാഹു സഹിഹായ ഹദീസിൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ നാം കേട്ടതായ പഠിച്ചതായ ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലില്ലാ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തണലുകൊണ്ട് തണലിടുന്നതായ സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ 7 വിഭാഗത്തെ അള്ളാഹു എണ്ണിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതായ ആ 7 വിഭാഗത്തിൽപ്പെട്ടതാണ്. ഏത് സന്ദർഭത്തിലും അവന്റെ ഹൃദയം നമസ്കാരത്തോട് ബന്ധപ്പെട്ട്, അഥവാ പള്ളികളോട് മസ്ജിദിനോട് ബന്ധപ്പെട്ട്, അഥവാ മസ്ജിദ് നിസ്കരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് അവൻ ജീവിക്കും. സുബഹിനോട് വിടവാങ്ങിയാൽ ളുഹറിനോടുള്ള ശ്രദ്ധ, ളുഹറിനോട് വിടവാങ്ങിയാൽ അസറിനോടുള്ള ശ്രദ്ധ, അതുപോലെ ഓരോ നമസ്കാരത്തോടുള്ള ശ്രദ്ധ ഓരോ നിസ്കാരത്തോട് വിടവാങ്ങുമ്പോൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്ന അർത്ഥത്തിലേക്ക്. അതാണ് അവന്റെ ജീവിതത്തെ ജമീലത്തായ ജീവിതമാക്കി മാറ്റാൻ, ഹയാത്തിനെ നല്ല ജീവിതമാക്കി മാറ്റാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയായി മാറാൻ, മറ്റുള്ളവർ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറാൻ നമസ്കാരക്കാരന് സാധിക്കുന്നു. അപ്പോൾ നമസ്കാരം നമുക്ക് നമ്മുടെ ദോഷത്തിൽ നിന്നിട്ട് ശുദ്ധീകരിക്കാൻ അത് സഹായിക്കുന്നു. അതിലൂടെ ശരീരത്തിന് ജമാലുണ്ടാകുന്നു, ആത്മാവിന്റെ ജമാലുണ്ടാകുന്നു, ഭംഗിയുള്ളതായ ആത്മാവായി മാറാൻ നമസ്കാരം നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നാം സക്കാത്തിനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സക്കാത്തിനെ കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞത് തന്നെ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നേരത്തെ ഞാൻ ഓതി വെച്ചതായ ആയത്തിൽ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്നിട്ട് ധർമ്മത്തെ വാങ്ങുക, സക്കാത്തിനെ വാങ്ങുക, തുതഹിറുഹും, അതിലൂടെ അവരെ ശുദ്ധീകരിക്കുവാനും, വതുസക്കീഹിം ബിഹാ, അതിലൂടെ അവരെ പരിഷ്കരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ സക്കാത്തിലൂടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ ഉള്ളതായ മാധ്യമമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ
നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നതായ വടക്ക് നീചമായ സിഫാത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഷുഹ് ബുഖ്ല് എന്നൊക്കെ പറഞ്ഞാൽ ഒരാള് ലുബ്ധനാവുക എന്നതാണ്. ലുബ്ധത എന്നത് നീചമായ വടക്കായ സ്വഭാവമാണ്. ആ വടക്ക് സ്വഭാവത്തെ നീക്കാൻ മാറ്റാൻ എന്തിലൂടെ സാധിക്കുന്നു? സക്കാത്തിലൂടെ, ധർമ്മത്തിലൂടെ സാധിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പിച്ചതായ ഏത് കൽപ്പനകൾ പരിശോധിച്ചാൽ അത് ആസകലം നമുക്ക് ജമാലാണ്, നമുക്ക് മഹാസിനുകൾ ഉൾക്കൊള്ളുന്നവരായി മാറാൻ അത് നമ്മെ സഹായിക്കുന്നു. ഇസ്ലാം മുഴുവനും മഹാസിനുകളുടെ മതമാണ്, നന്മകളുടെ മതമാണ് എന്നാണ് നാം പഠിച്ചത്. അതെ, അതുപോലെ തന്നെ നമുക്ക് സക്കാത്ത് കൊടുക്കലിലൂടെ മറ്റൊന്നുകൂടി സാധിക്കുന്നു. അത് വളരെ മുഖ്യമായ ലക്ഷ്യമാണ്. അതെന്താണ്? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുവാൻ, അവരുടെ വിശപ്പിനെ അറിയുവാൻ, അവരുടെ ദാഹത്തെ അറിയുവാൻ, കഴിവില്ലാത്തവരെ പഠിക്കുവാൻ, അവരുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുവാൻ, അവസരക്കുറിച്ച് അറിയുവാൻ, അവരുടെ വേജാറിനോട് നമുക്ക് പങ്കുചേരുവാൻ ഇതെല്ലാം സഹായകമാകുന്നു സക്കാത്തിലൂടെ. അപ്പോൾ നമ്മുടെ ആത്മാവ് നല്ല ക്ലിയറുള്ള ആത്മാവായി മാറുകയും ജമാല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയും മറ്റുള്ളവരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി നമുക്ക് മാറാൻ സാധിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ എവിടെ നോക്കുകയാണെങ്കിലും മഹാസിന് മാത്രമേ ഉള്ളൂ. അതുപോലെ നാം നോമ്പ് പരിശോധിക്കുകയാണെങ്കിൽ നോമ്പിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി തന്നെ നമുക്ക് ശുദ്ധീകരണം നൽകാൻ വേണ്ടിയാണ്, തഖ്വയെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, കൊല്ലത്തോട് കൊല്ലം ചെയ്തു കൂട്ടിയതായ തിന്മകൾ എന്നിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ആത്മശുദ്ധീകരണം എന്ന് മാത്രമല്ല, ആ ശുദ്ധീകരണം കൊല്ലത്തോട് കൊല്ലം നമുക്ക് പിറ്റേ റമദാൻ വരെ ഉണ്ടാകുന്നതായ ആ ഫോഴ്സ്, ആ കഴിവ്, ആ ഈമാനിക ശക്തി ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു മാസത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. ആ മാസത്തിൽ കൂടി നമുക്ക് ധർമ്മത്തിൽ പ്രകടമാവാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമാക്കി കാണിച്ചതുപോലെ. അപ്പോൾ അതെല്ലാം മഹാസനകളുടെ കൂമ്പാരങ്ങളാണ് നാം റമദാനിലൂടെ, അതുപോലെ തന്നെ അഅമാൽ സാലിഹാത്തുകളിലൂടെ കാണുന്നത്. അതുപോലെ ഹജ്ജ് പരിശോധിച്ചാൽ പിന്നെ പറയേണ്ടതുമില്ല. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമാ. ഒരു ഉംറ മുതൽ മറ്റേ ഉംറ വരെ അതിനിടയിലുള്ളതായ സർവ്വ ചെറുദോഷങ്ങളെ പുറത്തു കൊടുക്കപ്പെടുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫി ചെയ്യുന്നതുമാണ് എന്ന് പറഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജ് അത് തൗഹീദ് ഉൾക്കൊണ്ടതായ ഹജ്ജാണ്, റസൂൽ ചെയ്ത രൂപത്തിലുള്ളതായ ഹജ്ജാണ്. റസൂൽ ഹജ്ജ് ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്? മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വെച്ചിട്ട് തൽബിയത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ, ആ ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ പഠിപ്പിച്ചത് എന്താണ്? ഫബദഅ ബിത്തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് കൊണ്ട് ആരംഭിച്ചു എന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിലൂടെ തൗഹീദാണ് പഠിപ്പിച്ചത്, ഏകദൈവ വിശ്വാസമാണ് പഠിപ്പിച്ചത്. തൗഹീദ് എന്ന പദം തന്നെ ഇസ്ലാമിലില്ല, തൗഹീദ് എന്ന പദം തന്നെ ഖുർആനിലില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതായ ജാഹിലീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന യുഗമാണ് ഇന്നത്തെ യുഗം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഹജ്ജ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചെയ്ത ഹജ്ജത്തുൽ വദാ, ആ ഹജ്ജത്തുൽ വദാഇന്റെ രക്തചുരുക്കമായിട്ട് നമ്മുടെ നേതാക്കളായ സഹാബാക്കൾ മനസ്സിലാക്കിയത് ആ തൗഹീദാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചത് എന്നതാണ്. ആ തൗഹീദിലൂടെ മനുഷ്യന് നന്മയിൽ നിന്നിട്ട് നന്മയിലേക്ക് എത്താനും അവന്റെ ലക്ഷ്യം ഏകീകരിക്കുവാനും ഒരു പ്രത്യേക ലക്ഷ്യമാകുന്ന ആ ഇലാഹിലേക്ക്, ആ റബ്ബുൽ ഇസ്സത്തിലേക്ക്, ആ രക്ഷിതാവിലേക്ക്, രാജാതിരാജനിലേക്ക് കുതിക്കുവാനുള്ളതായ ചാൻസ് അവന് ലഭിക്കുന്നു. അള്ളാഹുവിനെ ആരാധിക്കുന്നത് പോലെ കഅബത്തെ മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കഅബത്തിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവര് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അൽ ഹജ്ജു അള്ളാഹുലേക്കുള്ള ലക്ഷ്യമാണ്, അള്ളാഹുലേക്കുള്ള ഹിജ്റയാണ്, അള്ളാഹുലേക്കുള്ളതായ ഇബാദത്താണ്, അള്ളാഹുലേക്കുള്ളതായ തൽബിയത്താണ്. അതുകൊണ്ടാണ് ലബ്ബൈക്ക് നിനക്കിതാ ഞങ്ങൾ മറുപടി നൽകി എന്ന് പറയുന്നത്. അപ്പോൾ ഹജ്ജും എന്താണ് പഠിപ്പിക്കുന്നത്? മഹാസിൻ മാത്രമാണ്, നന്മകൾ മാത്രമാണ്. ഹജ്ജിൽ പിന്നെ ഇന്റർനാഷണൽ യോഗം നാം കാണുന്നത് പോലെ ലോകത്തിന്റെ നാനാതുറകളിൽ നിട്ടും മുക്കിൽ നിട്ടും മൂലയിൽ നിട്ടും പല ഭാഷക്കാർ, പല ദേശക്കാർ, പല പെരുമാറ്റക്കാർ, പല സ്വഭാവക്കാർ, പല രൂപത്തിൽ ജീവിക്കുന്ന വിഭാഗം എല്ലാവരും അവിടെ ഏകോദര സഹോദരന്മാരായിട്ട് അറഫയിൽ ഒരുമിച്ച് കൂടുന്നു. അവരുടെ ലക്ഷ്യം മുഴുവനും അള്ളാഹുവാണ്. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകോദര സഹോദരന്മാരായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ഒരു മഹാ ചുറ്റുപാടാണ്, അന്തരീക്ഷമാണ് ഹജ്ജിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്. അവിടെയും മഹാസിനുകളുടെ കൂമ്പാരമാണ് നാം കാണുന്നത്. ഇനി നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളോട് അല്ലാഹു കൽപ്പിച്ച കൽപ്പനകൾ എന്നിട്ട് കൽപ്പനകളാണ് നാം ഈ കേട്ടത്. ഇനി വിരോധിക്കപ്പെട്ട ഭാഗങ്ങൾ പരിശോധിച്ചാൽ കള്ള് പാടില്ല, വിരോധിക്കപ്പെട്ടതായ ഭാഗങ്ങളാകുന്ന ഹറാമായ കാര്യങ്ങൾ പാടില്ല, യതീമക്കളുടെ സമ്പത്ത് തിന്നാൻ പാടില്ല, മറ്റുള്ളവരുടെ സമ്പത്ത് പിടിച്ചു പറിക്കാൻ പാടില്ല, മറ്റുള്ളവരെ കൊല്ലാൻ പാടില്ല, അഭിമാനത്തെ സംരക്ഷിക്കണം, അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല. അങ്ങനെ ഏത്
തെറ്റായ കാര്യങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടിയുള്ളതായ ഭാഗങ്ങൾ നോക്കുമ്പോൾ അതിൽ നിന്നിട്ടെല്ലാം നമുക്ക് കാണുന്നത് മഹാസിനുകൾ മാത്രമാണ്, നന്മകൾ മാത്രമാണ്, ഭംഗി മാത്രമാണ് നമുക്ക് പ്രകടമായി കാണുന്നത്. എത്രത്തോളം നാം ഒരു കൊല്ലപ്പെടാൻ അർഹപ്പെട്ടതായ തേള് പോലത്തെ, പാമ്പ് പോലത്തതായ, പല്ലി പോലത്തതായ സാധനത്തെ കൊല്ലുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മദത്തിൽ ആ സകലം ഹുസ്നുകളെ, നന്മകളെ, ജമാലുകളെ മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൈദാ ഖതൽതും, വല്ല സാധനത്തെ നിങ്ങളോട് കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതിനെ കൊല്ലുകയാണെങ്കിൽ ഫഅഹ്സിനുൽ ഖത്ല, നന്നായിട്ട് നിങ്ങൾ അതിനെ കൊല്ലണം. നന്നായി കൊല്ലണം എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടിച്ച് കൊല്ലരുത്. അറസ്റ്റ് ചെയ്തിട്ട് വെള്ളം കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു സാധനത്തെയും കൊല്ലുമ്പോൾ പെട്ടെന്ന് എത്ര ബല്ലിയെക്കുറിച്ച് റസൂൽ പറഞ്ഞതുപോലെ ഒറ്റടിക്ക് കൊല്ലാൻ സാധിക്കുമെങ്കിൽ ഒറ്റടിക്ക് കൊല്ലണം. എന്നാലും അവിടെ കൊല്ലുന്ന സന്ദർഭത്തിലും പ്രയാസപ്പെടുത്താൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അള്ളാഹു റസൂൽ പറയുന്നു, ഫൈദാ ദബഹ്തും, നിങ്ങൾ വല്ലതിനെ അള്ളാഹു നമുക്ക് അറക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ടതായ ആട്, മാട്, പശു, ഒട്ടകങ്ങളെ പോലത്തതിനെ അറക്കാൻ വേണ്ടി നാം തുനിയുകയാണെങ്കിൽ ഫൈദാ ദബഹ്തും, നാം അറക്കുന്ന സന്ദർഭത്തിൽ ഫഅഹ്സിനുൽ ദബഹ, നാം അറക്കുന്നതായ അറവിനെ നന്നാക്കി അറക്കുക. അതെങ്ങനെയാണ്? വൽയുഹിദ്ദ അഹദുക്കും ശഫറത, അദ്ദേഹത്തിന്റെ കത്തി നന്നായിട്ട് മൂർച്ച കൂട്ടട്ടെ. അറക്കുന്ന സാധനത്തിനെ പ്രയാസപ്പെടുത്താതെ അറക്കട്ടെ എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത, എന്റെ മുമ്പിൽ അന്ത്യവിഷം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ വാക്കുകളൊക്കെ നമ്മോട് കുറിക്കുന്നത്, നമ്മോട് ഓതുന്നത് എന്താണ്? ഇസ്ലാമിന്റെ മഹാസിനുകൾ മാത്രമാണ്. ഇസ്ലാമിൽ മഹാസിനുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മഹാസിനുകളുടെ കൂമ്പാരം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിലേക്ക് വന്നതായ സത്യസന്ധത, ആത്മോത്കർഷത, ആത്മാനുഭൂതി പോലത്തതായ എല്ലാ നന്മകൾ ഉൾക്കൊള്ളുന്നതായ ഈ മതത്തിനെ കുത്തിപ്പറയുവാനും തള്ളിപ്പറയുവാനും ആക്ഷേപിക്കുവാനും വേണ്ടിയിട്ട് കച്ചകെട്ടി പല അറിവില്ലാത്ത ജാഹിലികൾ പുറപ്പെട്ട യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഈ ഇസ്ലാമിന്റെ മഹാസിനുകളെ പ്രകടമാക്കി, തുറിച്ച്, വ്യക്തമാക്കി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത പ്രബോധകന്മാരുടെ ബാധ്യത, പ്രവർത്തകന്മാരുടെ ബാധ്യത, മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരുടെ ബാധ്യത ആരും മറന്നു പോകരുത്. അവരവരുടെ വേദിയിൽ നിന്നിട്ട് അവരവർ ചെയ്യുന്നതായ ജോലിയിലോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന മേഖലയിലോ ഏത് രൂപത്തിലെല്ലാം ഇസ്ലാമിന്റെ മഹാസിനുകൾ മറ്റുള്ളവർക്ക് നന്നാക്കി കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുവോ ആ നിലക്ക് നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത ഓരോരുത്തരുടെയും തലപ്പത്തുണ്ട് എന്നത് നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ ബഈജാൻ മദീനയിൽ സംസാരിച്ചത് കാലം എന്നതിനെ കുറിച്ച്. കാലം മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതിലുള്ള വ്യത്യാസങ്ങൾ, ചേഞ്ചുകൾ, ചൂടുകാലം ചൂടിനെ കുറിക്കുന്നു, തണുപ്പ് കാലം തണുപ്പിനെ കുറിക്കുന്നു. അതിന്റെ പിന്നിൽ പഠിക്കേണ്ട പാഠങ്ങളും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ ഹറാറത്ത്, ഈ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഇപ്പോൾ 50 ഡിഗ്രി, 52 ഡിഗ്രി, 51 ഡിഗ്രി, ചിലപ്പോൾ 50-ന് താഴെ അങ്ങനെയുള്ള ചൂടുകളാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ചൂടുകൾ തന്നെയായിരുന്നു, ഇതേ കാലം തന്നെയാണ് റസൂലുള്ളാഹിയുടെ കാലഘട്ടം. കാലം ഒന്നും മാറിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഇവിടുന്ന് 700ഓളം കിലോ മദീനയിൽ നിന്നിട്ട് ദൂരമുള്ള നാട്ടിലേക്ക് നമ്മുടെ നേതാക്കൾ പുറപ്പെട്ട സന്ദർഭത്തിൽ അവരിൽ നിന്നിട്ട് ചിലരെ ഇവിടുന്ന് 700ഓളം കിലോ ദൂരമുള്ള സ്ഥലത്തേക്ക് ഈ ചുട്ടുപഴുത്തതായ 50 ഡിഗ്രി ചൂടുള്ളതായ ആ ഭൂമിയിൽ കൂടിയാണ് നടന്നുപോയത്. ആ കഷ്ടതയാണ് അനുഭവിച്ചത്, ആ ചൂടാണ് അനുഭവിച്ചത്. എന്നിട്ടും അവർക്ക് വീഴ്ചബോധമാണ് ഉണ്ടായത്. ഞങ്ങൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ടതായ ബാധ്യതകളിൽ വീഴ്ച വന്നു പോയോ എന്നായിരുന്നു അവർക്ക് തോന്നിയിരുന്നത്. നമ്മുടെ നേതാക്കൾക്കും ചേതാക്കൾക്കും അങ്ങനെ പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ മുമ്പിൽ കെട്ടിപ്പടുത്തി നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിച്ചതായ ഈ മതത്തെ നമുക്ക് അതിൽ നിർബന്ധമായി അള്ളാഹ് കൽപ്പിച്ച ബാധ്യതകളെ വരെ നിർവഹിക്കാൻ നമുക്ക് ആവേശമുണ്ടാവാറില്ല, ഉന്മേഷമുണ്ടാവാറില്ല. യുദ്ധം ചെയ്യുന്ന കാര്യം പോകട്ടെ, യുദ്ധത്തിന് വേണ്ടി നൂറുകണക്കിൽ കിലോമീറ്റർ ദൂരമുള്ളതായ ചൂടുള്ള നാടുകളിൽ നടക്കുന്ന കാര്യം പോകട്ടെ, മറിച്ച് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ പള്ളിയിലിരുന്നു കൊണ്ട് എയർ കണ്ടീഷന് താഴെ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കൃത്യമായിട്ട് എത്താൻ വേണ്ടി വരെ നമ്മൾ നിന്നിട്ട് പലർക്കും സാധിക്കാറില്ല. അതിനുവേണ്ടി പ്രേരണ നൽകാറില്ല. പ്രേരണ അവരുടെ ഈമാനിലൂടെ അവർക്ക് ലഭിക്കാറില്ല. അത്രയും ശേഷികെട്ട ഈമാന്റെ ഉടമകളാണ് നമ്മൾ നിന്നിട്ട് ബഹുഭൂരിപക്ഷവും. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഅലമൂൻ എന്ന് അതേ തബൂക്ക് യുദ്ധത്തിനു വേണ്ടി പോയതായ സന്ദർഭത്തിൽ പോകാൻ വേണ്ടി കൂട്ടാക്കാത്തവരെ സൂചിപ്പിച്ചുകൊണ്ട്, കപട വിശ്വാസികളെ പോലോത്തവരെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞ വാക്കായിരുന്നു, നിങ്ങൾ പറയൂ റസൂലേ എന്ന് പറയണം, നാറു ജഹന്നം, ജഹന്നം എന്ന ആ പരലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതായ ആ നരകത്തിന്റെ ചൂട് അത് മഹാചൂടാണ്. ഇവിടുത്തെ ചൂടിനേക്കാളും 70 ഇരട്ടി ചൂടുള്ളതാണ് അവിടെയുള്ളതായ ചൂട്. അശദ്ദു ഹർറൻ ലൗ കാനൂ യഅലമൂൻ, ഇതൊന്നും ചൂട് തന്നെയല്ല നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഭൂമിയിലുള്ളതായ ചൂട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ അദീമിൽ ഉണർത്തിയതും ഇവിടെ സ്മരണീയമാണ്. അതെ, പരലോകത്തിലുള്ള തീ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടുന്നതായ ചൂടാണ് എന്ന് ഖുർആൻ അല്ലതി തത്തലി അലൽ അഫീദ എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഇത്തഖുന്നാർ, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എങ്ങനെയെങ്കിലും പരിശ്രമിക്കാൻ വേണ്ടിയുള്ളതായ ശൈലി അള്ളാഹു റസൂൽ പറയുന്നു. ഇത്തഖുന്നാർ, നിങ്ങൾ നാറിനെ, തീയിനെ അള്ളാഹുവിന്റെ പരലോകത്തിൽ തയ്യാറാക്കി വെച്ചതായ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്ത, കണ്ടതും കേട്ടതും പൂജിച്ചുകൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തിയതായ വിഭാഗങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചതായ ആ നരകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഉണർത്തുമ്പോഴെല്ലാം പറയാറുണ്ട്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക, ഒരു ഈത്തപ്പഴത്തിന്റെ പകുതി ഭാഗം കൊണ്ടായിരുന്നാലും ശരി. അപ്പോൾ ധർമ്മം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നിട്ട് മോചിക്കാനുള്ള ഭാഗമാണ്. മറ്റു ഈമാനോട് കൂടി രക്ഷപ്പെടുന്ന, അള്ളാഹുന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി തീരുമാനിക്കുന്ന വിഭാഗത്തിന്. അപ്പോൾ മദീന ഇമാം പറയുകയാണ്, നമുക്ക് ദുനിയവിയായ തീയിനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, അത് നമുക്ക് അതിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും നരകത്തിന്റെ സ്ഥിതി? നരകത്തിലേക്ക് എത്തേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയുള്ള അപകടത്തിൽ നമ്മെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. എത്തേണ്ടി വരുന്നതായ ഗതികേട് എത്രമാത്രം അപകടമാണ് എന്ന് മദീന ഇമാം ചോദിക്കുകയുണ്ടായി. ഇഷ്തഖത്തിന്നാർ, റസൂൽ പറയുന്നു, ആ നരകം 1000 കൊല്ലം കത്തി, പിന്നെ ഒരു കളറായി, പിന്നെയും 1000 കൊല്ലം കത്തി, മറ്റൊരു കളറായി, പിന്നെയും 1000 കൊല്ലം കത്തി. അത് പിന്നെ എന്ത് സംഭവിച്ചു? കറുത്തിരുണ്ടതായി മാറുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ നരകത്തെ കുറിച്ച് റസൂൽ പറയുന്നു, ആ നരകം അള്ളാഹുവിനോട് ആക്ഷേപം ബോധിപ്പിക്കുകയാണ്, റബ്ബേ, എന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കൊരു ശ്വാസം കഴിക്കാനുള്ള ചാൻസ് തരണമെന്ന്. അങ്ങനെ 2 ശ്വാസം കഴിക്കാൻ നരകത്തിന് അള്ളാഹു ചാൻസ് നൽകി. അതിൽപ്പെട്ട ആ നരകം ശ്വാസം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ ഭാഗമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂടുണ്ടാകുന്നതായ ഭാഗം. അത് നരകത്തിന്റെ ശ്വാസമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ തണുപ്പുണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്നതായ ഭാഗമാണ് നരകത്തിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതായ തണുപ്പിന്റെ ശതമാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് കോലപ്പെടുത്താൻ സാധിക്കാത്തതായ ഭാഗമാണ്. എന്തുകൊണ്ട്? നാം നരകത്തെ കണ്ടിട്ടില്ല, നാം നരകത്തെ കുറിച്ച് കേട്ടത് മാത്രമാണ്. നരകത്തെ കുറിച്ച് അള്ളാഹു അതിന്റെ വിശേഷതകളൊക്കെ ഖുർആനിൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടിയും പറഞ്ഞു. അതേ സമയത്ത് അത് കണ്ടവർക്ക് മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, ലൗ തഅലമൂന മാ അഅലം ലബകൈതും കസീറ വലളഹിഖ്തും ഖലീല ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹി പറയുന്നു, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയുമെങ്കിൽ. റസൂൽ അറിയുന്നതിൽ പെട്ടതാണ്. റസൂൽ നേരിട്ട് നരകത്തെ കാണാനുള്ളതായ ചാൻസ് കിട്ടിയവരാണ്, നരകത്തെയും സ്വർഗ്ഗത്തെയും കണ്ടവരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നരകത്തെ പലപ്പോഴും കിരാവിലൂടെ അള്ളാഹു കാണിച്ചു കൊടുത്തത് നാം ക്ലാസ്സിലൂടെ കേട്ടതായ ഭാഗമാണ്, ഹദീസിലൂടെ വന്നതാണ്. അപ്പോൾ റസൂൽ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിയുമെങ്കിൽ ലബകൈതും കസീറ, നിങ്ങൾ ധാരാളമായി കരഞ്ഞിരുന്നേനെ, വലളഹിഖ്തും ഖലീല, നിങ്ങൾക്ക് കൂടുതൽ ചിരിക്കാൻ തോന്നുകയില്ല, നിങ്ങളുടെ ചിരി വളരെ ചുരുക്കമായി മാറുന്നതാണ്. എന്നെ പോലെ, ഞാൻ അറിയും പോലെ കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന്. അപ്പോൾ നരകത്തെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കണം. എന്നാലാണ് നമുക്ക് ആ നരകത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് നമുക്ക് പ്രേരണ നൽകുകയുള്ളൂ, അതിനുവേണ്ടി നാം ഒരുങ്ങുകയുള്ളൂ, അതിനുവേണ്ടി നാം ഒരുങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയുള്ളൂ എന്നതാണ് പറഞ്ഞു വന്നത്. അതെ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായി ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയിലും മുസ്ലിമുള്ളതായ ഹദീസാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ കത്തിക്കുന്നതായ ഈ തീ, നരകത്തിലുള്ള തീയിന്റെ 70% 69 ഇരട്ട ഇതിനേക്കാളും ചൂട് കൂടുതലുള്ളതാണ് നരകത്തിന്റെ തീ എന്നാണ് നരകത്തിന്റെ തീയിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും മുത്തഫഖുൻ അലൈഹി ഹദീസിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചത്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മദീന ഇമാം പറഞ്ഞതായ ഭാഗമാണ്, അൽ ജന്നത്തു ഹുഫ്ഫത്ത് ബിൽ മക്കാരി, സ്വർഗ്ഗത്തെ വലയം ചെയ്യുന്നത്
വെറുപ്പുള്ള കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണ് നിസ്കരിക്കൽ. നിസ്കാര സമയത്ത് നട്ടുച്ചക്കൊക്കെ പള്ളിയിൽ ജമാഅത്തിന് പോവുക, അതുപോലെ തന്നെ രാവിലെ ചൂടുള്ള സന്ദർഭത്തിൽ മുക്കൈഫിൽ നിന്നിട്ട് ഉണർന്നു പോവുക, അങ്ങനെ നമസ്കരിക്കാൻ, അതുപോലെ തന്നെ വളരെ മരംകോച്ചുന്ന തണുപ്പുള്ള സമയത്ത് ഒതു പിടിക്കുക, ഇതൊക്കെ വെറുപ്പുള്ള കാര്യമാണ്. ഏത് കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരാൾക്ക് നല്ല സുന്ദരമായ മ്യൂസിക്കുകളോട് കൂടിയുള്ളതായ എരുമ പോത്തുരാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ കേട്ടാ തരക്കേടില്ല, ഒന്ന് ഞാൻ കുറച്ച് കേൾക്കട്ടെ എന്നൊക്കെ തോന്നും. കാരണം അത് ഒഴിവാക്കൽ വെറുപ്പുള്ള കാര്യമാണ്. അപ്പോൾ വെറുപ്പും അറുപ്പുമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുക. ആ സ്വർഗത്തിനെ വലയം ചെയ്യുന്നത്, അതിന് തടസ്സമായി നിൽക്കുന്നത് മക്കാരിഹുകളാണ്. അതേസമയത്ത് നരകത്തെ വലയം ചെയ്യുന്നത് ആഗ്രഹങ്ങളാണ്. നമുക്ക് ഹൃദയത്തിന് ആഗ്രഹമായിട്ട് ഷഹവത്തുകളായിട്ട് തോന്നുന്ന എന്തൊക്കെയുണ്ട്? വ്യഭിചാരം, അനാചാരം, അതുപോലെ എന്തും കേൾക്കുക, എന്തും കാണുക, എന്തും ആസ്വദിക്കുക, എവിടെയും പോകാം, എന്തും ചെയ്യാം എന്നതായ ആ മൃഗതുല്യ ജീവിതമുണ്ടല്ലോ, അതാണ് ഏറ്റവും ആഗ്രഹമുള്ളതായ കാര്യങ്ങൾ. അത് യഥാർത്ഥത്തിൽ നരകത്തെ വലയം ചെയ്യുന്ന ഭാഗമാണ്. അതിനെ പ്രവർത്തിക്കുകയാണെങ്കിലാണ് നരകത്തിലേക്ക് എത്തുക, അതിനെ വിട്ടു നിൽക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് എത്തുക എന്ന അർത്ഥത്തിലേക്ക്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ളതായ ഈ സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഭൂമിയെയും വേറെ സൂര്യനെയും പരലോകത്തിൽ സൃഷ്ടിക്കുമെന്ന് നമുക്ക് അറിയുമല്ലോ. ഖുർആൻ പറഞ്ഞതാണല്ലോ, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്. ഇവിടെയുള്ളതായ ഭൂമിയെ അല്ലാഹു വേറെ ഭൂമിയാക്കി മാറ്റും, വസ്സമാവാത്ത് ആകാശങ്ങളെ വേറെ ആകാശങ്ങളാക്കി മാറ്റും. ആ സന്ദർഭത്തിൽ അവിടെയുള്ളതായ സൂര്യൻ നമ്മുടെ തലയുടെ മീതെ അവിടെ മഹ്ശറയിൽ 50,000 വർഷങ്ങൾ മഹ്ശറയിൽ നിൽക്കേണ്ട നൃത്തത്തിന്റെ നീളമാണെന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ആ നിൽക്കുന്നതായ സന്ദർഭത്തിൽ ഈ സൂര്യന്റെ ചൂട്, ആ സൂര്യൻ താഴ്ന്നു വരും നമ്മളിലേക്ക് എന്നാണ് എന്റെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരും നമ്മുടെ അനിശ്ചിത നേതാവും കണ്ടുനുണ്ണിയുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാണിംഗ് നൽകുന്നത്. അങ്ങനെ നമ്മുടെ തലയിലേക്ക് അടുത്തു വരുന്നതായ സന്ദർഭത്തിൽ ജനങ്ങൾ അവിടെ തീ കൊണ്ട് ചുട്ടുകരിക്കപ്പെടുന്നത് പോലെയല്ല, അവിടെ സ്പർശശിക്ഷയാണ്. ഈ കാണുന്നതായ ഈ പരലോക മഹ്ശറയിലുള്ളതായ സൂര്യന്റെ ചൂട് തട്ടുന്ന സന്ദർഭത്തിൽ മനുഷ്യന്മാർ അവരുടെ പ്രവർത്തനം അനുസരിച്ചിട്ട് അവരുടെ വേർപ്പിൽ മുഴുകുമെന്നാണ്. ചില ആള് വേർപ്പിൽ മുഴുകുന്നത് അവന്റെ കാല് വരെ, ചില ആള് മുട്ടുവരെ, ചില ആള് അര വരെ, ചില ആള് നെഞ്ചി വരെ, ചില ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നാണ്. അവരുടെ വായ വരെ എന്തായിരിക്കും? ഇൽജുമുൽ അറഖു ഇൽജാമ, അവന്റെ വിയർപ്പ് മുക്കുന്നതാണ് എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊക്കെ അവിടെയുള്ളതായ സ്പെഷ്യൽ ജീവിത ശൈലിയാണ്. ഇവിടെ നാം സൂര്യൻ തട്ടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതായ വേർപ്പ് പോലെയല്ല പരലോക വേർപ്പ്. അതും നാം വളരെ വാണിംഗ് ആയിട്ട് റസൂൽ കൽപ്പിച്ചതായ ഭാഗമായിട്ടാണ് ഇതിനെ നാം കേൾക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. എന്തിനു വേണ്ടിയാണ്? ആ പരലോകത്തിലുള്ളതായ ആ നൃത്തത്തിൽ നിന്നിട്ട് മോചിക്കാൻ, രക്ഷപ്പെടാൻ. നേരത്തെ നാം കേൾപ്പിച്ചതായ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന് പറഞ്ഞതായ ഞാൻ പലപ്പോഴും ഒരു പദ്യമായിട്ട് ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദത്തിൻ നശാ ബിത്തുഖാ ലില്ലാഹി ലാ ബിളലാലി വമൻ ഖൽബുഹു യഹ്വൽ മസാജിദ ദായിമ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. ഈ ഭാഗം ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. 7 വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലില്ലാ കാലഘട്ടത്തിൽ അർശിന്റെ തണലിൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തണലിൽ തണൽ നിർത്തി കൊടുക്കുമെന്നത് പറഞ്ഞുകൊണ്ട് അക്കൂട്ടത്തിൽ പള്ളിയുമായി ബന്ധപ്പെട്ടതായ, പള്ളിയുമായി ഏത് സന്ദർഭത്തിൽ ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സുജൂദിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി, ആണാവട്ടെ പെണ്ണാവട്ടെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ പ്രത്യേകത ലഭിക്കും. അതുപോലെ മറ്റാറ് കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോഴുള്ളതായ ചർച്ചയല്ല. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഇതുവരെ നാം പറഞ്ഞതിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ നമുക്ക് പകർത്തുവാനും അള്ളാഹുലേക്ക് അടുക്കുവാനും അള്ളാഹുവിന്റെ റസൂലിനോട് ഇത്തിബാഅ് പിന്തുടർച്ച കൈകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിപൂർണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ പിന്തുടർച്ച കൈകൊള്ളുക എന്നതും ഇഖ്ലാസും അഥവാ ആത്മാർത്ഥതയും, ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെ അമലുകൾ സാലിഹാത്തായി മാറുന്നതല്ല. നമ്മുടെ അമലുകൾ സാലിഹാത്തായി മാറണമെങ്കിൽ നാം ഇതുവരെ മക്ക ഇമാം പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഭംഗിയുള്ളതായി മാറുക. നമ്മുടെ ജീവിതം ആ സകലം ഭംഗിയുള്ളതായി മാറുക, നമ്മുടെ അമലുകളും ഭംഗിയുള്ളതായി മാറുക. അങ്ങനെയുള്ള ഭംഗിയുള്ള അമലായി മാറാനുള്ളതായ നിബന്ധനയാണ് ലോകമാന്യമില്ലാത്ത, മിഥിയ ഇല്ലാത്ത അമലായിരിക്കണം. അതുപോലെ ഇഖ്ലാസോട് കൂടിയുള്ളതായ അമലായിരിക്കണം. ഒമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. ആരെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, മൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അല്ലാഹുവിനെ കാണണം, പരലോകത്തിൽ അല്ലാഹുവിനെ
പ്രീതിയുള്ള കാഴ്ച അള്ളാഹു കാണുന്ന ഇനത്തിൽ പെടണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവൻ സാലിഹായ അമൽ ചെയ്യട്ടെ, ലോകമാന്യതയോട് കൂടിയില്ലാത്ത അമൽ ചെയ്യട്ടെ, അള്ളാഹ്ക്ക് മാത്രമായിട്ട് ചെയ്യുന്ന അമലാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പിന്തുടർച്ച വളരെ മുഖ്യമാണ് നാം ചെയ്യുന്നതായ അമലുകളിൽ. അല്ലാത്ത പക്ഷം നമ്മുടെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതല്ല. നമ്മുടെ ഇഷ്ടാനുസരണമോ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടോ നാം നിസ്കരിച്ചാലോ നാം നോമ്പ് പിടിച്ചാലോ നാം സക്കാത്ത് കൊടുത്താലോ നാം ഏത് അമൽ ചെയ്താലോ നമ്മുടെ അമലുകളെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂല് ചെയ്തതുപോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അവർ കാണിച്ചു തന്നതുപോലെ അല്ലെങ്കിൽ എന്നതാണ് രത്നച്ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി അള്ളാഹു നാം എല്ലാവരിൽ നിന്നിട്ടും സ്വീകരിക്കുമാറാവട്ടെ. വല്ല വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു മാഫ് ചെയ്തു തരുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് തന്നെ ഞാൻ ക്ലാസ് തുടങ്ങിയിട മുതൽ മദീനയിൽ വെച്ചിട്ട് സേവിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ജീവിതം കെട്ടിപ്പടുത്തുവാനും നമ്മുടെ സന്താനങ്ങളെ, കുട്ടികളെ, നമ്മുടെ പരിസരത്തിൽ ജീവിക്കുന്നവരെ, കസ്റ്റഡിയിൽ ജീവിക്കുന്നവരെ ഇസ്ലാമീകരിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാലിഹ്യങ്ങളായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മളിട്ട് രോഗമുള്ള രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും രോഗങ്ങളെ അല്ലാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. അപ്രകാരം നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.